ഇന്ന് നമുക്ക് ബീട്രൂട്ട് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. അധികാർക്കും ഇഷ്ടമില്ലാത്തൊരു വെജിറ്റബിളാണ്. അധികവും നമ്മൾ തോരനും ബീട്രൂട്ട് പച്ചടി, ബീട്രൂട്ട് അച്ചാർ ഇതൊക്കെയാണ് ഉണ്ടാക്കാറ്. പിന്നെ സാമ്പാറിലൊക്കെ ചിലർ ചേർക്കും. ഇത് ഒരു ബീട്രൂട്ട് കറിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പ് എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ബീട്രൂട്ടാണ് ഇതുപോലെ പീസസ് ആക്കി ഇട്ടിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 2 പച്ചമുളകും ഒരു ഉള്ളിയുടെ പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 2-3 വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഇനി ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുക, 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നമ്മളെ സാധാരണ ജീരകം, കൂടെ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി വേവിച്ച് വെച്ച ബീട്രൂട്ടിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ പീസസ് ആക്കിയിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. കൂടെ തന്നെ ഞാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങാ ജീരക മിക്സും കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. കറിയുടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് പൊടിച്ചെടുക്കുക. കൂടെ തന്നെ കറിവേപ്പില, ചുവന്നമുളക്, കുറച്ച് സവോള ഇല്ലെങ്കിൽ ചെറിയുള്ളി ഏതായാലും കുഴപ്പമില്ല. ഇതുപോലെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. കൂടെ തന്നെ നമുക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പം തീ മാക്സിമം കുറച്ച് വെക്കണം. ഇതും കൂടെ ഒന്ന് റോസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈ താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളെ ടേസ്റ്റിയായ ബീട്രൂട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.